അല്ല അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹം UDF അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം UDFൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിലൂടെ മാത്രമേ വരാൻ കഴിയൂ. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ UDFൻ്റെ ഭാഗം അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു അഭിപ്രായം പറയാനുള്ള ആദ്യം കോൺഗ്രസിൻ്റെ ഒരു നിലപാടുണ്ടാവണം, പിന്നീട് ഘടകകക്ഷികളുടെ ഒരു നിലപാട് ആ കാര്യത്തിലുണ്ടാവണം. അതിനുശേഷമാണ് അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഇതുവരെ UDF അല്ലെങ്കിൽ ഞങ്ങളടക്കം എല്ലാവരും ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. കാരണം അത് ആ വിഷയം ഞങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നു, പ്രതിപക്ഷം ഫൈറ്റ് ചെയ്യുന്നതുമായ ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ട് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പകരുക, പിന്തുണ കൊടുക്കുക, അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ധർമ്മവും കർത്തവ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ നിലയ്ക്ക് അൻവറിന് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തെ വേട്ടയാടുന്നതിനെതിരെയൊക്കെ ഞങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യതയോടെയുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ്സിന് ആ കാര്യത്തിലുള്ളത്. പക്ഷേ UDFനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ UDFന്റെ മുൻഗണനാക്രമത്തിൽ മാത്യു കുഴൽനാടനാണ്